അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഞാനിന്നൊരു ഈവനിങ് വാക്കിന് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഇവിടെ 5:45 സമയമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വാങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് പോയിക്കാമത്താണ് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ കരുതി നിസ്കാരമൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് ലൈറ്റൊക്കെ പോണതിൻ്റെ മുന്നേ ഇന്ന് നടക്കാൻ ഇറങ്ങാം. ഞാൻ സാധാരണ ഒരു 7 മണിക്ക് ശേഷമാണ് നടക്കാൻ ഇറങ്ങാറ്. എനിക്ക് മടിയില്ലാത്ത ദിവസങ്ങളിൽ കേട്ടോ, മടി ഉണ്ടാകുമ്പോൾ ഞാൻ പോവാറില്ല. അപ്പോൾ ഞാൻ കരുതി ഇന്ന് ഞാൻ ഇവിടെ ഒറ്റക്കാണ്, ഹസ്ബൻഡ് ഇവിടെ എല്ലാം റിയാദ് പോയേക്കാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ഒറ്റക്കാണല്ലോ, ആളുകളെയൊക്കെ കാണാൻ വിചാരിച്ചിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് കരുതിയിട്ട് ഇന്ന് നടക്കാൻ തീരുമാനിച്ച്. അപ്പോൾ ഞാൻ സാധാരണഗതിയിൽ നടക്കാൻ പോകുന്ന ദിവസങ്ങളിലൊക്കെ ഇവിടെ അടുത്തൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്, ജിദ്ദ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ യൂണിവേഴ്സിറ്റി ചുറ്റും നടക്കാറാണ്. ഏകദേശം ഒരു 4.5-5 കിലോമീറ്ററിൻ്റെ അടുത്ത് വരും അത് ഫുള്ള് നടക്കുമ്പോക്കിന്. അപ്പോൾ ഞാൻ സാധാരണ അതിലാണ് നടക്കാറ്. പക്ഷെ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് കരുതി. ഇവിടെ അടുത്തൊരു പാർക്കുണ്ട്, മാജിദ് പാർക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ മാജിദ് പാർക്കിൽ പോയിട്ട് കുറച്ചായി. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അങ്ങോട്ടേക്ക് നടക്കാമെന്ന്. ഞാൻ ആ ഒരു ഏരിയക്ക് ഒറ്റക്ക് ആദ്യമായിട്ടാട്ടോ പോണത്. നടന്നിട്ട് ഏതൊക്കെ റൂട്ടൊക്കെ പോവാന്ന് കറക്റ്റ് എനിക്കറിയില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ ലോക്ക് ചെയ്ത് പുറത്തിറങ്ങിയിട്ടുണ്ട്. കുറച്ചൊരു കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഈ ഒരു റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് അപ്പുറത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. ആ വണ്ടികളൊക്കെ പോകുന്ന ആ റോഡും നമുക്ക് ക്രോസ് ചെയ്യണം. ഇവിടെ ഒരുപാട് ക്രോസിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു പ്ലേസ് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ കാണാൻ. ഈ ചെടികളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അടുത്ത് വെച്ചതാണ്. അതിൻ്റെ മുന്നേ ഇവിടെ പ്ലെയിൻ ആയിട്ട് ഉള്ളൊരു ഏരിയ ആയിരുന്നു. അപ്പോൾ നമ്മൾ സിഗ്നൽ റെഡ് എത്തിയാലേ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ ക്രോസ് ചെയ്ത് നമ്മൾ നടത്തം കാര്യങ്ങളൊക്കെ തുടങ്ങി. ഞാൻ സാധാരണ നടക്കാറ് ഈ ഒരു റോഡിന് തന്നെ കേട്ടോ. ഞാൻ പറഞ്ഞ ആ ഒരു ജിദ്ദ യൂണിവേഴ്സിറ്റിൻ്റെ ഗേറ്റാണ് ഈ കാണുന്നത്. ഇതിലൂടെ തന്നെയാണ് ഞാൻ സാധാരണഗതിയിൽ നടക്കാറ്. പക്ഷേ ഈ റോഡ് നമ്മൾ ക്രോസ് ആക്കണം, ഇതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കണം, എന്നാലാണ് നമ്മൾ മാജിദ് പാർക്കിൻ്റെ അങ്ങോട്ടേക്ക് നമുക്ക് പോകാൻ പറ്റുക. അങ്ങനെ ഞാൻ നടത്തങ്ങനെ കണ്ടിന്യൂ ചെയ്ത്. റോഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. വീക്ക് ഡേയ്സ് ആണ്, അതേപോലെ തന്നെ ഓഫീസ് ടൈമാണ്. ഈ കാണുന്നതാട്ടോ നമ്മളെ ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത്, നമ്മളെ റൂമിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പാണ്. വീക്ക് ഡേയ്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഓഫീസ് ടൈമൊക്കെ ആയതുകൊണ്ട്, ഓഫീസൊക്കെ വിട്ട് എല്ലാവരും റൂമിൽ പോകുന്ന ടൈമാണ്. പിന്നെ ഞാൻ വീഡിയോ രാത്രി ആവുന്നതിൻ്റെ മുന്നേ എടുക്കണം, ലൈറ്റ് പോകുന്നതിൻ്റെ മുന്നേ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ പറ്റിയില്ല. ഞാൻ പുറത്തിറങ്ങിയപ്പോക്കിന് ലൈറ്റൊക്കെ പോയി, ഒരു ഇരുട്ടായിട്ടുണ്ട്. നമ്മൾ നടക്കുന്ന റോഡ് സൈഡിൽ ഷോപ്പും കാര്യങ്ങളൊക്കെ വരുന്നില്ല. പക്ഷെ നമ്മൾ ഓപ്പോസിറ്റ്, അതായത് നമ്മൾ നിൽക്കുന്ന റൂമിൻ്റെ അടുത്തുള്ള ആ സൈഡ് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഈ നടക്കുന്ന ആ സൈഡിൽ ആ ഒരു കോളേജിൻ്റെ സൈഡായതുകൊണ്ട്, യൂണിവേഴ്സിറ്റി സൈഡായതുകൊണ്ട് തന്നെ അവിടെ ഷോപ്പുകളും കാര്യങ്ങളൊന്നുമില്ല. യൂണിവേഴ്സിറ്റിൻ്റെ മതിലും ആ ഫുട്പാത്തും മാത്രമേ ഉള്ളൂ. ഈ ഒരു ബ്രിഡ്ജിലൂടെയാണ് കേട്ടോ നമ്മൾ റോഡ് ക്രോസ് ചെയ്യൽ. ഇപ്പോൾ ഞാൻ നടക്കുന്ന ടൈമിൽ ഞാൻ റൂമിലേക്ക് തിരിച്ചു പോകൽ ഈ ഒരു ബ്രിഡ്ജ് കയറി ഇറങ്ങിയിട്ടാണ്. ഞാനിതിലിങ്ങനെ പാസ് ചെയ്തപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ എൻ്റെ കൈ ഇങ്ങനെ തോണ്ടിയിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നി ആ കുട്ടീനോട് പൈസയാണ് ചോദിക്കണമെന്നുള്ളത്. പക്ഷേ ഞാൻ പൈസ കൊടുത്തില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തൊരു സ്വഭാവമുള്ള ആളാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. ഒരു ക്രൂരത നിറഞ്ഞ മനസ്സൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ സംഭവം എന്താ വെച്ചാൽ, ഞാനിതിൽ പാസ് ചെയ്യുന്ന ടൈമിൽ ആ കുട്ടീൻ്റെ അടുത്ത് ഒരാളുണ്ടായിരുന്നു. ആ ആൾ എന്നെ കണ്ടപ്പോൾ ജസ്റ്റ് മാറി നിന്ന്, എന്നിട്ട് ആ കുട്ടീനെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കുക ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നി എന്താ ഉഡായിപ്പാണെന്ന്. ആൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ആരോഗ്യമൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് കേട്ടോ, ജോലിയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ്. അങ്ങനെ നമ്മൾ ഈ റോഡും ക്രോസ് ചെയ്തിട്ട് വേണം നമ്മൾ പാർക്കിലേക്കുള്ള വഴിക്ക് എത്താൻ. ഇവിടെ ഒരു മോണമെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടിയിലെത്തിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഈ മോണമെൻറ്റിൻ്റെ ഈ റോഡും ക്രോസ് ചെയ്തിട്ട് വേണം നമ്മൾ മാജിദ് പാർക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇവിടെ ഞാൻ ജസ്റ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഒരു പാലത്തിൻ്റെ അടിയിലാണ്. ജസ്റ്റ് ഒരു ബ്രിഡ്ജ് വരുന്നുണ്ട്, അതിൻ്റെ അടിയിലാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് ഈ
കാണുന്ന റോഡും ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് കിടക്കണം. ഇവിടെ അധികം തിരക്കുണ്ടായിരുന്നില്ല, എനിക്ക് പെട്ടെന്ന് ക്രോസ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഞാൻ ഈ അപ്പുറത്തെ സൈഡിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെറുതല്ല, അത്യാവശ്യം വലിയൊരു ഷോപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് മെയിൻ ക്രോസിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ല, റിസ്ക് പിടിച്ചിട്ടുള്ള ക്രോസിങ്ങും എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ തന്നെ അങ്ങനെ സ്ട്രൈറ്റ് പോയാൽ മതി. ഈ ഒരു ഏരിയയിൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ വണ്ടികളൊക്കെ പോകുന്ന ആ ഓപ്പോസിറ്റ് സൈഡ് കണ്ടില്ലേ, അതിലൂടെയാണ് ഞാൻ നടക്കാറ് കേട്ടോ. ഡെയിലി നടക്കാറ് അതിലൂടെയാണ്. അപ്പോൾ ഈ ഒരു സൈഡിൽ ഞാനിങ്ങനെ പാസ് ചെയ്യുന്ന ടൈമിലാണ് കുറച്ച് ആൾക്കാരിങ്ങനെ റൗണ്ട് കൂടിയിട്ട് ഇങ്ങനെ ഗെയിംസും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട്. ഈ ഒരു സൈഡിലൊക്കെ നമുക്ക് ഇരുന്നിട്ട് ഫാമിലീസിനായിട്ടും ഫ്രണ്ട്സിനായിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. തൊട്ടടുത്ത് തന്നെ റോഡാണ് എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം തിരക്കുള്ളൊരു റോഡ് തന്നെയാണ് കേട്ടോ അത്. അങ്ങനെ നമ്മൾ ഈ ഒരു സൈഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ എനിക്കൊരു ഡൗട്ട് വന്നു. ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് മാജിദ് പാർക്കിലേക്ക് പോകുന്നത്. ചില ടൈമിൽ നമ്മളെ മാപ്പ് ഒന്ന് നമ്മളെ ചതിക്കില്ലേ, അങ്ങനെ ചതിച്ചോ എന്നുള്ളൊരു സംശയം എനിക്കിങ്ങനെ ഇവിടെ എത്തിയപ്പോൾ തോന്നി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് പോവാം, കാരണം നമ്മൾ നടന്നല്ലേ പോകണത്, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ടാക്സി എടുത്ത് പോകേണ്ടി വരും. ഏതായാലും ഞാൻ എൻ്റെ നടത്തം കണ്ടിന്യൂ ചെയ്ത്. അപ്പോൾ ഈ ഒരു സൈഡിൽ ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഇതൊരു വാട്ടർ തീം പാർക്കാണ് കേട്ടോ. അതിൻ്റെ ഒരു ബാക്ക് സൈഡിലൂടെയാണ് ഇപ്പോൾ നമ്മൾ നടന്നു പോകുന്നത്. ഈ ഒരു വാട്ടർ തീം പാർക്കിൻ്റെ ബൗണ്ടറി തന്നെയാണ് നമ്മളെ മാജിദ് പാർക്കും വരുന്നത്. അപ്പോൾ അതാ ഞാൻ ഈ പാസ് ചെയ്യുന്ന ടൈമിലാണ് ഈ ഒരു സംഭവം കണ്ടത്. വണ്ടി തമ്മിൽ ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. ആ വൈറ്റ് കാറിൻ്റെ ഈ പോലീസും കാര്യങ്ങളൊക്കെ വന്നാലേ അത് അവിടെ നിന്ന് മാറ്റാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഈ ഒരു ഗുമാമപ്പെട്ടിൻ്റെ അടുത്ത് ഒരുപാട് പൂച്ചകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഫുഡ് കൊണ്ടുവരോ നോക്കിയിട്ട് ഇരിക്കുകയായിരിക്കും അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒന്നിലും പെടാതെ 3 പേരിങ്ങനെ നിൽക്കുന്നുണ്ട്. അവരെന്തോ വലിയ മെയിൻ ടീംസാണ് തോന്നുന്നു. അങ്ങനെ എൻ്റെ നടത്തവും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്ത് ഇതാണ് നമ്മൾ വാട്ടർ തീം പാർക്കിൻ്റെ എൻട്രി ഗേറ്റ് ഇവിടെയാണ് കേട്ടോ വരുന്നത്. വാട്ടർ വില്ലേജ് അങ്ങനെ എന്തോണ്, വാട്ടർ വില്ലേജാണ് ഈ ഒരു വാട്ടർ തീം പാർക്കിൻ്റെ പേര് വരുന്നത്. ഞാനിതാ ഈ വാട്ടർ തീം പാർക്കിൻ്റെ വേറൊരു സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ തന്നെയാണ് നമ്മളെ മാജിദ് പാർക്ക് കാണുന്നത്. ഞാനിങ്ങനെ കൈകൊണ്ട് പോയിൻ്റ് ചെയ്യുന്ന ആ ഒരു സൈഡാണ്, ആ കാണുന്നതാണ് നമ്മുടെ മാജിദ് പാർക്ക്. ഞാനിപ്പോൾ മാജിദ് പാർക്കിൻ്റെ ടോയ്ലറ്റിൻ്റെ ഒക്കെ ആ സൈഡിലൂടെയാണ് ഇപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്, സക്സസ്ഫുള്ളി നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇതാണ് കേട്ടോ മെന്നിനും വുമൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടോയ്ലറ്റ്. ഇതൊരു പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ. ഇവിടെ കുറച്ചൊക്കെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്, വേറെയും പാർക്കിംഗ് ഏരിയാസൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വലിയൊരു തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ മെയിൻ എൻട്രൻസിലൂടെ അല്ല മാജിദ് പാർക്കിലേക്ക് കയറുന്നത്. മെയിൻ എൻട്രൻസിലേക്ക് ഇനിയും കുറച്ച് ചുറ്റി പോകാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സൈഡിലൂടെയാണ് കയറുന്നത് കേട്ടോ. ഈ ഒരു ഏരിയയിൽ വല്ലാതെ റഷും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ മാജിദ് പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു പാർക്കിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ അത്യാവശ്യം ഒരുപാട് റൈഡുകളും കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ നല്ല സ്പേഷ്യസ് ആണ് ഈ ഒരു പാർക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് നടക്കുന്ന ആൾക്കാർക്കൊക്കെ ഇവിടെ വന്നിട്ട് നടക്കാനൊക്കെ ഉള്ളൊരു സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികൾ സ്കേറ്റിങ്ങൊക്കെ കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്കൂട്ടറിൽ പോകുന്ന കുട്ടികളുണ്ട്, സൈക്ലിങ് ചെയ്യുന്ന കുട്ടികളുണ്ട്, ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ഇവിടെ കൂടുതലും ഞാൻ ഫാമിലീസിനെയാണ് കണ്ടിട്ടുള്ളത്. ഇങ്ങനെ നടക്കാനായിട്ട് വരുന്ന ആൾക്കാർ ഭയങ്കര കുറവാണ്. ജസ്റ്റ് അവർ കുട്ടികളായിട്ടൊന്ന് ജസ്റ്റ് എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് വരുന്നതാട്ടോ. അങ്ങനെ ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ ഉണ്ട്. അത് ഇപ്പോൾ റണ്ണിങ് ആയിട്ടില്ല, ഏതോ 10 മിനിറ്റ് കൂടുമ്പോഴൊക്കെയാണ് തോന്നുന്നു അവരിടാറ്. ഏതായാലും നമുക്ക് അതുവരെ ഇവിടെയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഞാൻ അതിൻ്റെ നടത്തം കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങി. അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു. ഞാൻ വീക്ക് ഡേയ്സ് ആയതുകൊണ്ട് തന്നെ തിരക്കുണ്ടാവില്ല എന്ന് കരുതിയിട്ടാണ് വന്നത്. പക്ഷേ അത്യാവശ്യം നല്ലോണം ഫാമിലീസും കുട്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കുട്ടികളെ ഒരു പ്ലേ ഏരിയ ആണ് കേട്ടോ. ഇവിടെ കുറേ സ്വിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ കുട്ടികളിങ്ങനെ സ്വിങ്ങിൽ ആടണമൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ഏരിയ തന്നെ വേറെയും കുറച്ച് റൈഡുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ പോർഷൻ എനിക്ക് ഞാൻ പോയില്ല. പിന്നെ ഇത് കണ്ടോ, ഒരുപാട് സ്ലൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അറ്റ് എ ടൈം ഒരുപാട് കുട്ടികൾക്ക് തന്നെ കളിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു സ്ലൈഡർ ആയിരുന്നു കേട്ടോ അത്. അങ്ങനെ ഈ ഒരു റൈഡിൽ നോക്കുമ്പോൾ ഈ ഒരു റൈഡ് ക്ലോസ്ഡ് ആണ്, ആരും കളിക്കണമൊന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഇട്ടിരിക്കും. അവരെന്തൊക്കെയോ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കുട്ടികളെ അതിൻ്റെ അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതും ഏകദേശം അതിലൊക്കെ പെട്ടൊരു റൈഡ് തന്നെയാണ്. ഇങ്ങനെ ജസ്റ്റ് ഒരു ട്യൂബ് വരുന്നത്, ട്യൂബിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ ജസ്റ്റ് കുട്ടികൾക്ക് പോകാൻ പറ്റുന്നൊരു റൈഡാണത്. ഇതിൽ ക്ലൈമ്പിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ചെറിയൊരു
ബ്രിഡ്ജ് പോലെ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ, ജസ്റ്റ് കുട്ടികൾക്ക് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു റൈഡിലേക്ക് കയറാൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ ഇതാണ് നമ്മളെ വാട്ടർ ഫൗണ്ടൻ്റെ ഇപ്പോൾ റണ്ണായിട്ടുണ്ട്, ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ മുകളിലേക്ക് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് കുട്ടികളൊക്കെ അതിന് ചുറ്റും കൂടൊക്കെ ചെയ്തിരുന്നു കേട്ടോ. കുട്ടികൾ വെള്ളത്തിലൊക്കെ കളിക്കുന്നുണ്ട്. കുട്ടികളെ പാരൻസ് നന്നായിട്ട് നോക്കണം ഈ പാർക്കിൽ വരുമ്പോൾ, കാരണം വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മറ്റുള്ള കുട്ടികൾ എങ്ങനത്തെ ടൈപ്പ് ഓഫ് കുട്ടികളായിരിക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കുറച്ച് കുസൃതിയൊക്കെ ഉള്ള കുട്ടികളായിരിക്കും. അപ്പോൾ നമ്മളെ മക്കളെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം. അപ്പോൾ ഞാൻ നടന്ന് കുറച്ചൊന്ന് ടയേർഡായപ്പോൾ ആരുമില്ലാത്തൊരു പ്ലേസ് ഇങ്ങനെ തപ്പി അവസാനം കിട്ടി. ഇവിടെ ഇരിക്കാമെന്ന് കരുതി. കുറച്ച് നേരം ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും നമ്മളെ നടത്തവും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിന്യൂ ചെയ്യാമെന്ന് കരുതിയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ലൈറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവുണ്ട് കേട്ടോ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത്. എന്നാലും കുഴപ്പമില്ല. അങ്ങനെ നമ്മളെ വാട്ടർ ഡാൻസ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇവരിപ്പോൾ പ്ലേ ചെയ്തിട്ടുള്ളത് സൗദി നാഷണൽ ആന്താണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നാഷണൽ ആന്തത്തിൻ്റെ ആ ഒരു ട്യൂണിനനുസരിച്ചിട്ട് തന്നെയായിരുന്നു നമ്മളെ വാട്ടറും കാര്യങ്ങളൊക്കെ ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഇതിൻ്റെ രീതിക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊങ്ങി വരുന്നതും താഴ്ന്നു പോകുന്നതൊക്കെ ഡിഫറെൻറ്റ് പാറ്റേണിൽ അവരിങ്ങനെ വാട്ടർ സ്പ്രേ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഓടിപ്പോകുന്നുണ്ട്. ആ ടൈമിലാട്ടോ നമ്മുടെ പാർക്കിൻ്റെ മുകളിലൂടെ ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ പറക്കുന്നുണ്ട്. ഫ്ലൈറ്റിൽ എത്ര പ്രാവശ്യം കയറിയാലും ഫ്ലൈറ്റ് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല ആ സൗണ്ട് ഒന്ന് കേൾക്കുമ്പോൾ. അങ്ങനെ നമ്മൾ ഇരിക്കണ ഈ പാർട്ടിലൊക്കെ ഒരുപാട് ഷോപ്സുകൾ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജസ്റ്റ് റിഫ്രഷ്മെൻറ്റിനും കാര്യങ്ങളൊക്കെ കുട്ടികളൊക്കെ ഇങ്ങനെ ഓടി കളിക്കണമല്ലോ. അപ്പോൾ അവരൊന്ന് ടയേർഡാകുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജ്യൂസ് ഐറ്റംസും അതുപോലെ തന്നെ ഐസ്ക്രീംസ്, പോപ്കോൺസ് അങ്ങനത്തെ കിട്ടുന്ന ഷോപ്പുകളാണ് കേട്ടോ കാണുന്നതൊക്കെ. അപ്പോൾ എനിക്ക് ഈ പാർക്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ് ഈ ഒരു കാണുന്ന ഒരു ഏരിയ കേട്ടോ. ഇതെന്ന് പറയുന്നത് സ്റ്റെപ്സാണ്. ഫുള്ള് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ആ സ്റ്റെപ്പുമ്പോഴൊക്കെ. അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് ഈ സ്റ്റെപ്പ് വരുന്നത്. നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലീസിനായിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ അതിലൂടെ ഇങ്ങനെ നടന്ന്, ഞാൻ ആ സൈഡിലേക്ക് പോയില്ല, ജസ്റ്റ് ഇങ്ങനെ അവിടുന്ന് റിട്ടേൺ അടിച്ച് ഇനി ഇവിടുന്ന് പോവാമെന്നിങ്ങനെ കരുതിയിരുന്നു. അങ്ങനെ ഞാൻ മാജിദ് പാർക്കിലൂടെ നടക്കുമ്പോഴാണ് എനിക്ക് ടോപ്പ് 10ൻ്റെ കാര്യം ഓർമ്മ വന്നത്. ഒരു ടോപ്പ് 10 ഇവിടെ അടുത്താണ് വരുന്നത്. അപ്പോൾ ഞാൻ കരുതി ഇന്ന് ആ ടോപ്പ് 10ലേക്കൊന്ന് പോവാം, അവിടെ എന്തൊക്കെ സാധനങ്ങളാണ് എന്നുള്ളത് എന്നൊക്കെ നോക്കാമെന്ന് കരുതിയിട്ട് ഞാനിത് മാജിദ് പാർക്കിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുട്ടികളും കാര്യങ്ങളൊക്കെ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതൊരു വേറൊരു മോണമെൻ്റാണ് കേട്ടോ. നമ്മുടെ പ്രൊട്രാക്ടറും കോമ്പസൊക്കെ വരുന്നൊരു മോണമെൻറ്റ് കാണാൻ ഭംഗിയുണ്ട്. പിന്നെ ഈ മോണമെൻറ്റും കാര്യങ്ങളൊക്കെ കൂടുതലും കാണാൻ ഭംഗി രാത്രിയിലാണ്. അങ്ങനെ ഏകദേശം നമ്മൾ ടോപ്പ് 10ൻ്റെ ആ ഒരു സൈഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയും ഒരുപാട് റോഡും കാര്യങ്ങളൊക്കെ ക്രോസ് ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നടക്കുമ്പോൾ കുറച്ച് റിസ്ക്കാണ് ഈ റോഡ് ക്രോസിംഗ് എന്ന് പറയുന്നത്. നമ്മൾ കാറിൽ പോകണ പോലെയല്ല. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ ടോപ്പ് 10ൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ ഒരു കാണുന്നതാണ് നമ്മൾ ടോപ്പ് 10 കേട്ടോ. ടോപ്പ് 10 എന്ന് പേരുണ്ടെങ്കിലും സാധനങ്ങൾക്കൊക്കെ അവർ പ്രൈസ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. 10 അല്ല, അപ്പോൾ 10 റിയാലിന് സാധനം കിട്ടില്ല. 12 റിയാലും 24 റിയാലൊക്കെയാണ്. പിന്നെ ഇവിടുത്തെ 12 റിയാലിൻ്റെയും ഒക്കെ സാധനങ്ങൾ നല്ല അടിപൊളിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറേ തപ്പിക്കഴിഞ്ഞാൽ നമുക്ക് 1 2 നല്ല സാധനങ്ങളൊക്കെ കിട്ടും. അത് നമ്മളൊരു തിരയുന്നതിൻ്റെ രീതിയൊക്കെ അനുസരിച്ചിട്ടിരിക്കും. അത്യാവശ്യം നല്ല രീതിക്ക് തിരഞ്ഞാൽ നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ 12 റിയാൽ എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകളെ ഉണ്ടാവുള്ളൂ. പിന്നെ വിൻ്ററൊക്കെ തുടങ്ങിയതുകൊണ്ട് തന്നെ വിൻ്റർ കളക്ഷൻസൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു പാൻറ്റിൻ്റെ സെക്ഷനിൽ ഞാൻ നോക്കുമ്പോൾ ഈ ഒരു പാൻറ്റ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഈ ഒരു പാൻറ്റൊക്കെ വരുന്നത്. അങ്ങനെ ഞാൻ മുകളിലേക്ക് കയറുകയാണ്. മുകളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു റാക്കിൽ നമ്മൾ കുഞ്ഞു ന്യൂ ബോൺ ബേബീസിനൊക്കെ പറ്റുന്ന പിങ്ക് കളറിലുള്ളതും വൈറ്റ് കളറിലുള്ള ഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുട്ടികളുടെയൊക്കെ കാണാൻ ഭയങ്കര ക്യൂട്ടാണല്ലോ. കുഞ്ഞു കുട്ടികളുടെയൊക്കെ കുറച്ച് നല്ല അടിപൊളിയായിരിക്കും കാണാൻ. ഇവിടെ വൈറ്റും പിങ്കും കളറും മാത്രമായിരുന്നു ഈ ഒരു റാക്കിൽ ഉണ്ടായിരുന്നത്. മുകളിൽ കൂടുതലും ചെരുപ്പും ബാഗ്സും അതേപോലെ തന്നെ നമ്മളെ നൈറ്റ് വെയേഴ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഈ ഒരു സെക്ഷന് ബാഗിൻ്റെ സെക്ഷനാണ്. നമ്മൾ സ്ലിംഗ് ബാഗ്, ടോട്ടെ ബാഗ്സ്, ബാഗ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ കാര്യം തന്നെ നമ്മൾ അത്യാവശ്യം തിരഞ്ഞാൽ നമുക്ക് നല്ല പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ കിട്ടും. 24 റിയാൽസാണ് ബാഗ്സിനൊക്കെ വരുന്നത്. ഈ ഒരു പിങ്ക് കളറുള്ള ബാഗൊക്കെ മെറ്റീരിയൽ കുഴപ്പമുണ്ടായിരുന്നില്ല, റെഫ്യൂസിനൊക്കെ പറ്റുന്നതാണ്. പിന്നെ ഈ ഒരു സൈഡിലൊക്കെ ബാഗ്സ് ആണ് കേട്ടോ വരുന്നത്. ഇതും നല്ല മെറ്റീരിയലായിരുന്നു, റെഫ്യൂസിനൊക്കെ പറ്റുന്ന മെറ്റീരിയലാണ്. അങ്ങനെ പെട്ടെന്ന് ഡാമേജ് ആവുമൊന്നുമില്ല. 24 റിയാലിനൊക്കെ വർത്താണ്.
പിന്നെ കാണാൻ കുഴപ്പമില്ലാത്ത ബാഗുകളുണ്ട്, അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ എടുക്കാം. ഈ ഒരു സെക്ഷനത്തെ ബാഗുകളൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. കാണാൻ കുറച്ചൊക്കെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ടോപ്പ് 10ൽ നന്നായിട്ട് തരുന്നാൽ മാത്രമേ നമുക്ക് നല്ല സാധനങ്ങൾ കിട്ടുള്ളൂ കേട്ടോ. ഈ ബാഗ്സും കാര്യങ്ങളൊക്കെ 24 റിയാലാണെങ്കിലും അത്യാവശ്യം ഒരു ക്വാളിറ്റിയും നല്ലൊരു ഭംഗിയും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നി. അങ്ങനെ നമ്മളിതാ ബാഗിൻ്റെ സെക്ഷനിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ബാഗ്സും കാര്യങ്ങളൊക്കെ നമ്മളെ സൈഡ് ബാഗ്സ് ആണ് കേട്ടോ, ചെറിയ സ്ലിംഗ് ബാഗ്സ് ഒക്കെയാണ്. ഇതിലെനിക്ക് അങ്ങനെ വെറൈറ്റീസ് ഒന്നും ഞാൻ കണ്ടില്ല. എല്ലാം ഏകദേശം ഒരേ പാറ്റേണിൽ വരുന്ന ഏകദേശമൊക്കെ ഒരു സിമിലർ കളേഴ്സും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും വരുന്നത്. പക്ഷേ ഇവിടെ വെറൈറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം എന്തോ എനിക്ക് അത്ര വെറൈറ്റീസൊന്നും തോന്നിയില്ല. ഈ ബാഗ് എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ. ഇതിൻ്റെ വേറെ കളേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്, ബ്ലാക്കും പർപ്പിളൊക്കെ ഉണ്ട്. അപ്പോൾ അതാ നമ്മൾ ബാഗിൻ്റെ സെക്ഷനിൽ നിന്ന് നേരെ ഇനി ചെരുപ്പിൻ്റെ സെക്ഷനിലേക്ക് പോവുകയാണ്. ഇതൊക്കെ ബൂട്ട്സാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബൂട്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. 24 റിയാലിനൊക്കെ എന്തായാലും വർത്തായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഈ കാണുന്നത് ജെൻസിൻ്റെ സെക്ഷനാണ്. പിന്നെ ഈ കാണുന്നത് നമ്മളെ ലേഡീസിൻ്റെ ഷൂസും ചെരുപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സാണ്. അത് കുറച്ചൊക്കെ ഹീൽസൊക്കെ വരുന്ന ടൈപ്പാണ്. അങ്ങനത്തെ ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് നല്ലൊരു ചോയ്സ് തന്നെയാണ്. അങ്ങനെ ഇവിടെ എനിക്ക് 1-2 പീസുകൾ ഇഷ്ടമായിരുന്നു. ഈ ഒരു ചെരുപ്പ് എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഇഷ്ടമായിരുന്നു. ഇതിൻ്റെ പാറ്റേണും കളർ കോമ്പിനേഷൻസും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ചെരുപ്പ് ഒരു ഭയങ്കര ഹീൽസൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക്, ഒരു നോർമൽ മീഡിയം സൈസ് ഹീൽസൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ പറ്റുന്ന ടൈപ്പ് ഓഫ് ചെരുപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. അത്യാവശ്യം ഇതിലും നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ജിൽ ചെരുപ്പുകളാണ് കേട്ടോ. അത്യാവശ്യം തിളക്കവും മിനുക്കൊക്കെ ഉള്ള ടൈപ്പ് ഓഫ് ചെരുപ്പാണ്. നല്ല ഹീൽ വരുന്നുണ്ട്, ഹൈ ഹീലാണ്. ഇങ്ങനത്തെ ഹീൽസ് പ്രിഫർ ചെയ്യുന്നവർക്ക് ഇതും അത്യാവശ്യം നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. ചുരിദാറിൻ്റെ കൂടെ നല്ല ഭംഗിയുണ്ടാവും. ഇത് നമ്മളെ സാധാ ഫ്ലാറ്റ് ഹീൽസിൽ വരുന്നതാണ്. ഇതൊക്കെ നമ്മൾ റൂംസിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള ചെരുപ്പ്. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, റാബിറ്റിൻ്റെ ഒരു മോഡൽ. അങ്ങനെ ഈ ഒരു റാക്ക് കംപ്ലീറ്റ് ഇങ്ങനത്തെ ഒരു ഫർ ടൈപ്പ് ചെരുപ്പുകളാട്ടോ വരുന്നത്. നമ്മൾ നല്ല സ്പോഞ്ചായിട്ടുള്ള കാലിന് നല്ല സുഖമായിരിക്കും ഇതിടുന്ന ടൈമിൽ. നമുക്കങ്ങനെ കാലിൻ്റെ മടമ്പൊന്നും അങ്ങനെ പെയിൻ ആവില്ല. ഈ ഒരു കളറിൽ കാണുന്നത് നമ്മൾ ആ സെയിം ടൈപ്പിൽ തന്നെ ചെറിയ മക്കൾക്ക് വരുന്ന ചെരുപ്പുകളാണ്. അങ്ങനെ അതാ നമ്മൾ ഡ്രസ്സിൻ്റെ സെക്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇത് നൈറ്റ് വെയേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ചെറിയ മക്കൾസിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരതും ഉണ്ട്. പൈജാമാസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ കൂടുതൽ വരുന്നത്. 2 പീസ്, അതുപോലെ തന്നെ നൈറ്റി സിംഗിൾ പീസും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ നൈറ്റി സെക്ഷനാണ് കേട്ടോ. ഈ ഒരു ഓപ്പോസിറ്റ് ഇതൊക്കെ 12 റിയാലിൻ്റെ സാധനങ്ങളാണ്. ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് പൈജാമ സെറ്റുകളാണ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോക്കിയെടുത്താൽ നല്ല പീസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. നല്ല മെറ്റീരിയലില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിലെ പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു. ഈ ഒരു ഏരിയയിൽ കുട്ടികളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ബോയ്സിൻ്റെയും ഗേൾസിൻ്റെ ഒക്കെ ഡ്രസ്സുകളുണ്ട്. കുട്ടികളുടെ ഡ്രസ്സ് കളക്ഷൻസിൽ എനിക്ക് കുറച്ചും കൂടി നമ്മളെ ഒരു ഇതിനേക്കാളിലും കുറച്ചുകൂടി കളക്ഷൻസും കാര്യങ്ങളൊക്കെ തോന്നി. പൈജാമാസൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു. അങ്ങനെ ഞാൻ ടോപ്പ് 10 നിന്ന് പുറത്തിറങ്ങി. എനിക്ക് ഫാസിക്കാൻ്റെ കോൾ വന്ന് ഈ പുറത്തേക്ക് ഇറങ്ങുക, ഞാൻ എയർപോർട്ടിൽ നിന്ന് വരുന്നുണ്ട്, അപ്പം എന്നെ പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതാ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നെഹദിൻ്റെ അങ്ങോട്ട് എന്നോട് നിൽക്കാൻ പറഞ്ഞത്. ആ ബ്ലൂ കളർ ബോർഡ് കാണുന്നതാണ് നെഹദി. അങ്ങനെ നമ്മളിതാ റോഡും കാര്യങ്ങളൊക്കെ ക്രോസ് ചെയ്ത് നെഹദിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തും എന്ന് പറഞ്ഞ്. അവർ വരുന്ന ടൈം കൊണ്ട് തന്നെ ഞാൻ നെഹദിയിട്ട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടോ. അങ്ങനെ ഇതാ അവർ ഓൾമോസ്റ്റ് നമ്മൾ അടുത്തെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. ഇനി നമുക്ക് പ്രത്യേകിച്ച് പരിപാടീസും കാര്യങ്ങളൊന്നുമില്ല, റൂമിലേക്ക് പോകണം. ഇന്നത്തെ നടത്തവും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നടത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ടോപ്പ് 10 ഒന്ന് കയറി എന്നുള്ളൂ, അവിടുന്ന് സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. എനിക്കൊരു ബാഗ് ഇഷ്ടമായിരുന്നു, പക്ഷേ അത് ബില്ല് ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വാസിക്കെന്നെ വിളിച്ച് എയർപോർട്ടിൽ നിന്ന് ആ വഴിയാണ് വരുന്നത്, അപ്പോൾ പിക്ക് ചെയ്യുക, ഷോപ്പിൻ്റെ പുറത്തിറങ്ങി നിൽക്കുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ആ ബാഗ് എടുത്തില്ല. ബാഗ് ബില്ല് ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ എനിക്ക് ലേറ്റ് ആവും. അതുകൊണ്ട് തന്നെ ഞാൻ ആ ബാഗ് അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു. നമ്മൾ റൂമിലെത്തി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.